എന്റെ രക്ഷിതാക്കളെ, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, പഠനത്തിന്റെ വഴിയിൽ ഗുരുനാഥന്മാരായിട്ട് നമ്മൾ മക്കളെങ്ങനെ പതുക്കെ പതുക്കെ വളർത്തിക്കൊണ്ടുവരണം. ഇന്നൊരു സങ്കടം ഞാൻ പറയട്ടെ. ഞാൻ ആരോടെങ്കിലുമുള്ള എതിർപ്പിന്റെ പേരിൽ പറഞ്ഞു എന്ന് നിങ്ങൾ പറയരുത്. ഇനി അങ്ങനെ നിങ്ങൾ പറഞ്ഞാലും എനിക്ക് വിരോധമൊന്നുമില്ല. സത്യം തുറന്നു പറയണ്ടേ, അതിനു വേണ്ടി പറയുകയാണ്. മക്കള് പഠിക്കുന്ന നേരങ്ങളിൽ, കുട്ടികൾ വായിക്കുന്ന, ഓതിക്കേൾക്കുന്ന നേരങ്ങളിൽ പാപ്പമാരും ഉമ്മമാരും ഒരിക്കലും ഓൺലൈനിൽ തപസ്സിരിക്കരുത്. ഞാൻ എന്റെ സങ്കടം കൊണ്ട് നിങ്ങളോട് പറയുകയാണ്, അനുഭവങ്ങളിൽ നിന്ന് പറയുകയാണ്. ഒരു കഥയും ഞാൻ ഇവിടെ പറയുന്നില്ല. ആ മക്കള് പഠിക്കുന്ന, അവരുടെ ഓത്ത് കേൾക്കുന്ന, എഴുത്ത് ശ്രദ്ധിക്കുന്ന, വായന ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മൾ മറ്റൊരു ഏർപ്പാടിൽ ശുഗലായിരുന്നാൽ അത് തന്നെ നിങ്ങൾ നോക്ക്, ഖുർആനോത്തല്ലേ ഏറ്റവും അഫ്ളല്. പക്ഷെ അതിനേക്കാളും ഉമ്മാക്ക് ഇശാമാരിവിന്റെ ഇടയിൽ നല്ലതെന്താണെന്നറിയോ? ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച് വളർന്നു വരുന്ന കുട്ടിന്റെ പഠനം ശ്രദ്ധിക്കാൻ തപസ്സിരിക്കലാണ്. അല്ലാഹു അതിന് തരുന്ന കൂലിക്ക് കയ്യും കണക്കുമില്ല. ബാപ്പക്കാണോ അവസരമുള്ളത്? ബാപ്പമാര് പൊതുവെ പല രൂപങ്ങളിലുമായിരിക്കും. ചിലവരവരെ തൊഴിലുകളിലായിരിക്കും, ചിലർ പ്രവർത്തന മേഖലകളിലായിരിക്കും. പക്ഷേ സൗകര്യം കൂടുതൽ ഉമ്മമാർക്കാണ്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ബാപ്പമാർക്കും ഇടക്കിടക്ക് അങ്ങനെ സൗകര്യം കിട്ടുമ്പോൾ, മോനെ നീ എവിടെ വായിച്ചോ, നീ എവിടെ ഓദിക്കോ എന്ന് പറയാതെ നമ്മുടെ ഓത്തും വായനയും മറ്റൊരു സമയത്തേക്ക് നീക്കി വെച്ച് ആ കുട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ തപസ്സിരിക്കണം. അവരോതുന്ന ഖുർആനോത്ത് കേൾക്കണം, അവര് ചൊല്ലുന്ന ദിക്ർ കേൾക്കണം, അവര് നിസ്കരിക്കുന്ന നിസ്കാരം ശ്രദ്ധിക്കണം, അവരുടെ എഴുത്ത് നോക്കണം. എങ്ങനെയാണ് കുട്ടി അറബി എഴുതുന്നത്, മലയാളം എഴുതുന്നത്, ഇംഗ്ലീഷ് എഴുതുന്നത്, ഹിന്ദി എഴുതുന്നത്, ഉറുദു എഴുതുന്നത് എങ്ങനെ, അതൊക്കെ നല്ലോണം വീക്ഷിക്കണം. കുട്ടിന്റെ പാഠഭാഗങ്ങളൊക്കെ കറക്റ്റാക്കാൻ നമ്മളിങ്ങനെ പ്രചോദനം കൊടുക്കണം. നല്ല നല്ല പ്രചോദനം കൊടുത്ത് ആ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരണം. അതിന് തപസ്സിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഇബാദത്താണ്. ആ കുട്ടിയുടെ പഠനം നോക്കാൻ വേണ്ടി ഇപ്പുറത്തിരിക്കുക എന്നുള്ളത് വലിയൊരു ഇബാദത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടികളെ പഠിപ്പിക്കുന്നതിനെ സംബന്ധിച്ച്, മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സന്തോഷം തരുന്നൊരു സന്ദർഭമാണ്. അതുകൊണ്ട് ആ ഒരു സന്തോഷത്തിന് വേണ്ടി സമയം വിനിയോഗിക്കാൻ വേണ്ടി തുനിയണം. നമ്മൾ അവിടെ ദാക്കിരീങ്ങളായിരുന്നാൽ ഈ മക്കള് പഠിച്ചു വളർന്ന് വികസിക്കേണ്ടവരാണ്. അവരുടെ പഠനം മുരടിച്ചു പോകും. അവരെ ശ്രദ്ധിക്കാൻ ആളില്ലാതെ വന്നാൽ അവരെ കുറ്റം പറയാൻ പറ്റൂല. ഒരുപക്ഷെ മറ്റൊരു വഴിയിലേക്ക് അവർക്ക് തിരിയാൻ തോന്നും. അപ്പൊ കുട്ടികൾ എഴുതേണ്ട പുസ്തകത്തിൽ, എഴുതേണ്ട പേജിൽ